ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫെയർവെൽ വ്ളോഗാണ്. അപ്പൊ ഇന്ന് എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റ് ഫെയർവെൽ ആണ്. ടുഡേ ഇസ് മാർച്ച് 25th ആൻഡ് എന്റെ കോളേജ് ഫെയർവെൽ എനിക്ക് മാർച്ച് 27th ഓർ മാർച്ച് 28th സോ ഐ തോട്ട് ഈ രണ്ട് ദിവസവും ലൈക് പരിപാടീസ് എല്ലാം മിക്സ് ചെയ്ത് ഐ ഡു എ ഫെയർവെൽ വ്ളോഗ്. സോ ഇത് എന്തുമാത്രം ഈ വീഡിയോ സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങി വെക്കുകയാണ്. ഈ വീഡിയോയുടെ ഏറ്റവും അവസരമൊക്കെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. എനിവേസ് ഐ ഹോപ്പ് like I'll be able to shoot everything and record all the stuff. So ഇന്ന് ഞാനൊരു സാരിയാണ് എടുക്കണേ. ഇപ്പോഴേ ഞാൻ ഓൾറെഡി ലേറ്റ് ആയി പോയി. ആക്ച്വലി ഞാൻ രാവിലെ എഴുന്നേറ്റു, പിന്നെ ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. അപ്പൊ ഞാൻ പിന്നെയും കടന്നു. ഇപ്പൊ എഴുന്നേറ്റപ്പോ കുറച്ച് വൈകിപ്പോയി. അപ്പൊ എനിക്ക് ആക്ച്വലി ഇൻട്രോ എടുക്കാനുള്ളൊരു ശക്തിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇൻട്രോ ഇല്ലാണ്ട് ജസ്റ്റ് വീഡിയോ തുടങ്ങിയാലും ഭയങ്കര ലൈക്ക് ഒരു രസം ഉണ്ടാവില്ലല്ലോ. സോ ഐ തോട്ട് ഓക്കെ എന്നാ പിന്നെ ഇൻട്രോ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഐ എം ടേക്കിംഗ് ദിസ് വീഡിയോ. അപ്പോ എന്താണ് ഇന്ന് ഞാൻ സാരിയാണ് എടുക്കുന്നത്. പിന്നെ കോളേജ് ഫെയർവെല്ലിന് ഞാൻ സാരി ഉടുക്കാം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എനിക്ക് 2 ദിവസവും സാരി ഉടുക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കോളേജ് ഫെയർവെല്ലിന് ഐ ബി വെയറിങ് എ ഗുഡ് ലൈക്ക് എന്താണ് പറയണേ ചുരിദാർ സെറ്റ് പോലത്തെ ഒരു സാധനം. സോ ഐ ഹോപ്പ് ടു ഷോ യു ഗൈസ് 2 ദിവസവും എന്താ നടന്നേന്ന്. സോ ഞാൻ പിന്നെ റെഡി ആയിട്ട് വരാം. ഇന്നത്തെ ഫെയർവെൽ 1:30 to 5 ആണ്. And college farewell, I think it's in the morning. So yeah. Okay. So anyway, ഞാൻ പോയി റെഡി ആയിട്ട് കാണാം. ഹായ് ഓൾ. സോ ഞാൻ ദാ റെഡി ആയിട്ടുണ്ട്. എന്താണ് കൂടുതൽ ലൈക്ക് ഓവർ എന്താ പറയാ, ആക്ച്വലി ഞാൻ വലിയ ജുമുക്കൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചു. കയ്യിൽ കുറെ ബാംഗിൾസ് ഒക്കെ, വലിയ ചെയിനൊക്കെ, പിന്നെ എന്തോ ആ ഒരു മൂടൊക്കെ പോയി. അപ്പൊ പിന്നെ കൈ കിട്ടിയതൊക്കെ ഇട്ടിട്ടങ്ങ് ഇറങ്ങി. മുടി അഴിച്ചാണ് നല്ല ചൂട് കാരണം കെട്ടി വെച്ചതേ ഉള്ളൂ. സോ ഇപ്പൊ തന്നെ 1 മണിയായി. ഞാൻ ഓൾറെഡി ലേറ്റ് ആയി. എനിക്ക് 1:30 പരിപാടി തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഇറങ്ങാൻ പോണ്. എന്താണ് എല്ലാം നല്ലപോലെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഒരേ ഒരു ടെൻഷനുള്ളൂ, ഞാൻ എവിടെ തല ഇറങ്ങി വീഴരുതെന്ന്. വീഴൂലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. സോ എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പൊ ഞാൻ കോളേജിലെത്തി. ആൻഡ് ഇപ്പൊ ഞാൻ 2-3 പേര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അത് കഴിഞ്ഞ് ഞാൻ മേളിലേക്ക് പോകും പരിപാടിക്ക്. ഹായ് ഗൈസ്. അപ്പോ അങ്ങനെ ഫെയർവെൽ ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ലൈക്ക് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സ് എല്ലാം കൂടി ഗിഫ്റ്റ് തന്നു. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. സോ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. സോ ഇതാണ് ആക്ച്വലി സാഷ് കിട്ടിയത്. ഇത് എനിക്ക് കിട്ടിയ ടൈറ്റിൽ വാസ് മിസ് സോഷ്യൽ ബട്ടർഫ്ലൈ. അങ്ങനെ. സോ ഗൈസ് അത്രേ ഉള്ളൂ. അങ്ങനെ എന്റെ ഒരു കോളേജ് ജീവിതം അവസാനിക്കാറായി. വളരെ വിഷമമുണ്ട്. പിന്നെ ഓക്കെ, ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിതം. പിന്നെന്താ, ഒട്ടും ചൂടില്ലായിരുന്നത് കൊണ്ട് എനിക്ക് ബ്ലാക്ക് ഇട്ടിട്ട് നല്ല സുഖമായിരുന്നു. എല്ലാം കൊണ്ടും നല്ലായിരുന്നു. നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ജൂനിയേഴ്സ് ആയിട്ട് ഒരു റീലൊക്കെ എടുത്തു. ആ റീലൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ചിലപ്പം ഇടുമായിരിക്കും. അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ പറയാതൊക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. സോ അങ്ങനെ ആയിരുന്നു നമ്മളുടെ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഫെയർവെൽ. ഇനി നമുക്ക് കോളേജ് ഫെയർവെൽ. അത് ഇനി എന്താണെന്ന് എനിക്ക് അറിയില്ല. അതിന് എന്തായിരിക്കുമെന്നും. സോ ഇനി കോളേജ് ഫെയർവെൽ കഴിഞ്ഞിട്ട് കാണാം. സോ അണ്ടിൽ ദെൻ ബൈ ഗൈസ്. അപ്പൊ ഞാൻ എന്താ കോളേജ് ഫെയർവെല്ലിന് വേണ്ടി കോളേജിലെത്തി. ആക്ച്വലി കുറച്ച് വൈകിപ്പോയി. നല്ല ചൂടുണ്ടായി.
സോ ഞാൻ മേളിലേക്ക് പോവാണ്. സോ ഗൈസ്, ഫെയർവെൽ ഒക്കെ കഴിഞ്ഞു. കുറെ പ്രയർ ഒക്കെ ഉണ്ടായി, പിന്നെ കാൻഡിൽ കത്തിച്ച് അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുക. ഞാനല്ല, ഞാനൊരു ലൈം കുടിച്ചു, ഇവര് ഫുഡ് കഴിക്കുക. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. യാ ഹായ് ഗൈസ്, അപ്പൊ അങ്ങനെ എന്താ നമ്മള് ഫെയർവെൽ ഒക്കെ കഴിഞ്ഞ് വന്നു തിരിച്ച്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ആൻഡ് കോളേജ് ജീവിതവും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. വളരെ നല്ലൊരു ജേർണി ആയിരുന്നു. കുറേ മെമ്മറീസ്, കുറേ ലെസൺസ് എല്ലാം ഉണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. സോ അത്രേ ഉള്ളൂ. ബൈ.